സൂപ്പർ സ്റ്റാറുകളുടെ പൂരം തിടംപെടുത്ത് രജനി. കൂലി റിവ്യൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. തെന്നിന്ത്യൻ സിനിമയുടെ സൂപ്പർ സ്റ്റാർ സിംഹാസനത്തിൽ രജനീകാന്തിന്റെ അരനൂറ്റാണ്ട്. കലാഭവൻ മണിക്കും വിനായകനും ശേഷം തമിഴ് സിനിമയെ ഇളക്കി മറിച്ചുകൊണ്ട് മറ്റൊരു മലയാളിയുടെ പൂണ്ടുവിളയാട്ടം. ഈ രണ്ടു കാരണങ്ങൾ കൊണ്ട് മലയാളികളും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ലോകേഷ് കനകരാജിന്റെ കൂലി. എന്നാൽ ആരാധകരുടെ പ്രതീക്ഷകൾ കാത്തു സൂക്ഷിക്കാൻ കൂലിക്ക് കഴിയുന്നുണ്ടോ? അമിത പ്രതീക്ഷയിലാണെങ്കിൽ കഴിയുന്നില്ല എന്നും പ്രതീക്ഷകൾ ഏതുമില്ലെങ്കിൽ കുഴപ്പമില്ല എന്നും ഒറ്റ വാക്കിൽ ചിത്രത്തെ വിലയിരുത്താം. രജനീകാന്തിന്റെ സിനിമ കാണാൻ പോകുമ്പോൾ ലോജിക്ക് മടക്കി വീട്ടിൽ വയ്ക്കണം. ലുക്ക്, സ്റ്റൈൽ, പ്രസന്റേഷൻ തുടങ്ങിയ രജനിയുടെ ശൈലി ആഘോഷമാക്കുക എന്നതാണ് പ്രധാനം. സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും യുവത്വമുള്ള ലുക്കുമായാണ് രജനീകാന്തിന്റെ വരവ്. അതിനൊപ്പം സ്വാഗും സ്റ്റൈലും ഒത്തിണങ്ങി നാഗാർജുനയ്ക്കു നേർക്കുനേർ വരുന്നു. ഇതിനൊപ്പം സത്യരാജും കന്നഡ സൂപ്പർ താരം ഉപേന്ദ്രയും രജനീകാന്തിനൊപ്പമുണ്ട്. ഇതിനിടയിലേക്ക് ആമിർ ഖാന്റെ സാന്നിധ്യവും എത്തുന്നതോടെ പടയുടെ വലിപ്പം കൂടുകയാണ്. വമ്പൻ താരങ്ങൾ അണിനിരക്കുന്ന ഹൈ പാക്കേജ് പ്രകടനങ്ങളെ മുൻപിൽ നിന്ന് നയിക്കുന്നത് രജനിയാണ്. സിനിമയെ രസകരമാക്കുന്നതും രജനീകാന്തിന്റെ സ്റ്റൈലാണ്. സിനിമ കണ്ടിറങ്ങുമ്പോൾ മനസ്സിൽ നിൽക്കുന്നത് സൗബിൻ ഷാഹിറിന്റെ പ്രകടനവും. ചെന്നൈയിൽ ദേവദാസ് മാഷൻ എന്ന പേരിൽ ഒരു PG ലോഡ്ജ് നടത്തുന്ന ദേവയാണ് നായകൻ. ദളപതിയിലെ മമ്മൂട്ടി കഥാപാത്രത്തിന്റെ പേരാണ് നായകന്. പേട്ടയിലേതുപോലെ ഹോസ്റ്റലിനേക്കാൾ കഷ്ടമാണ് വാർഡിന്റെ നിയന്ത്രണങ്ങൾ. 30 വർഷങ്ങൾക്ക് മുൻപ് വേർപിരിഞ്ഞ പഴയകാല സുഹൃത്ത് രാജശേഖരൻ വിശാഖപട്ടണത്ത് മരിച്ച വിവരം ദേവ അറിയുന്നത് ഇതിനിടെയാണ്. ആ മരണം സ്വാഭാവിക മരണമല്ലെന്നും കൊലപാതകമാണെന്നും തിരിച്ചറിയുന്നതോടെ ദേവ പ്രതികാരത്തിനിറങ്ങുകയാണ്. ആരാണ് ദേവയെന്നും ആരാണ് രാജശേഖർ എന്നും അവരെന്തിനാണ് പഴയകാലത്തെ കയ്യിലിരിപ്പുകൾ മറന്ന് സാധാരണക്കാരായി ജീവിക്കുന്നതെന്നുമാണ് ചിത്രം പറയുന്നത്. ലോകേഷ് കനകരാജിന്റെ യൂണിവേഴ്സിൽ പെടാത്ത ചിത്രമാണ് കൂലി. കൈദി, വിക്രം പോലുള്ള സിനിമയുടെ ഫ്രഷ്നസ് ഈ ചിത്രത്തിന് അവകാശപ്പെടാൻ കഴിയില്ല. വിന്റേജ് തമിഴ് സിനിമകളിലേക്കുള്ള അനേകം നൂലുകൾ ഇട്ടുകൊണ്ടാണ് കഥ പറയുന്നത്. അമിതാഭ് ബച്ചന്റെ ദീവാറിനെ ആസ്പദമാക്കി 1981 തമിഴിൽ പുറത്തിറങ്ങിയ തീ എന്ന രജനീകാന്ത് ചിത്രത്തിലേതുപോലെ ഒരു തുറമുഖത്തു പണിയെടുക്കുന്ന സ്റ്റൈലിഷായ തൊഴിലാളി കഥാപാത്രം. 1983 രജനി നായകനായി എത്തിയ തങ്കമകനിലെ വാ വാ പക്കം വാ പാട്ട് തുടങ്ങി ഒരുപാടുകളുടെ ഓർമ്മപ്പെടുത്തലുകൾ ചിത്രത്തിലുണ്ട്. രജനീകാന്തിന്റെ വിന്റേജ് മടങ്ങിവരവ് കാണാനാവുന്ന സിനിമയാണ് കൂലി. ശബ്ദത്തിലും ലുക്കിലും സ്റ്റൈലിലുമൊക്കെ ആ പഴയ രജനിയുടെ മിന്നലാട്ടങ്ങൾ കൂലിയിലുണ്ട്. ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം സൗബിൻ ഷാഹിറിന്റെ മുഴുനീള കഥാപാത്രമാണ്. വില്ലനായും കാമുകനായും കൂടുവിട്ട് കൂടുമാറുന്ന സൗബിന്റെ നൃത്ത ചുവടുകൾ തിയേറ്ററിനെ ഇളക്കി മറിക്കും. നായികയെത്തിയ ശ്രുതിഹാസന് മികച്ച മുഹൂർത്തങ്ങളൊന്നുമില്ല. കല്യാണിയായി എത്തിയ രഞ്ജിത റാമിന്റെ പ്രകടനം ഭേദപ്പെട്ടതാണ്. ഗിരീഷ് ഗംഗാധറിന്റെ ഛായാഗ്രഹണ മികവാണ് എടുത്തു പറയാവുന്ന മറ്റൊന്ന്. മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോറുണ്ടെങ്കിലും അനിരുദ്ധിന്റെ പാട്ടുകൾ സിനിമയിൽ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കുന്നില്ല. തമിഴ് സിനിമയിൽ പലവർത്തി ആഘോഷിക്കപ്പെട്ട പാസവും അൻപുമാണ് ചിത്രത്തിലെ നട്ടെല്ല്. എന്നാൽ ബന്ധങ്ങളിലെ ഊഷ്മളത പ്രേക്ഷകരിലേക്ക് പകരുന്നതിൽ ചിലയിടങ്ങളിൽ സിനിമ പരാജയപ്പെടുന്നുണ്ട്. ലോജിക്ക് ഇല്ലെങ്കിലും രജനീകാന്ത് ചിത്രത്തിൽ മാത്രം പ്രേക്ഷകർ കൈയടിക്കുന്ന ഹൈ മൊമെന്റുകൾ കൂലിയിലും കാണാം. ലോകേഷ് കനകരാജിന്റെ സിനിമകളിൽ കയ്യടി വീഴുന്ന ഒരു ഐറ്റമാണ് ആക്ഷൻ കൊറിയോഗ്രാഫി. പഴയ പാട്ട് ഓൺ ചെയ്തു വെച്ച് മരണമാസ് ആക്ഷൻ കാണിക്കുന്ന സംഗതി കൂലിയിലും കാണാം. ഉപേന്ദ്രയുടെ ആക്ഷൻ സീക്വൻസുകൾ തിയേറ്ററിൽ വൻ ഓളം സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രേക്ഷകർ കാത്തിരുന്ന ആമിർ ഖാന്റെ വരവാണ് ചിത്രത്തിന്റെ മറ്റൊരു ടേണിംഗ് പോയിന്റ്. ആമിറിന്റെ വരവും സ്റ്റൈലും ഒക്കെ കയ്യടി വാങ്ങുന്നുണ്ട്. ആമിറിന്റെ കോമഡി ടൈമിംഗ് ആണ് രസകരം. മികച്ച കഥയും വേഗതയുള്ള കഥ പറച്ചിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും മികച്ചതാകുമായിരുന്ന സിനിമയായിരുന്നു കൂലി. ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയുന്നു, ഒരു ലോകേഷ് കനകരാജ് ചിത്രം എന്നതിനേക്കാൾ രജനീകാന്ത് സിനിമയെന്ന ലേബലിലാണ് ചിത്രത്തിന് അനുയോജ്യം. കാരണം അമിത പ്രതീക്ഷകളാണല്ലോ പലപ്പോഴും വില്ലന്മാരാകുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തൂ.